ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ഈ അയൺ ഫാം അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ഡയമണ്ട് ആർമറൊക്കെ വാങ്ങി സെറ്റാക്കിയതാണ്. സെറ്റാക്കിയതാണ് ഗൈസ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു വില്ലേജ് ട്രേഡിങ് ഹോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിൻ്റെ ഒരു ലൈക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു വില്ലേജസിൻ്റെ ആ ഒരു സ്ഥലമില്ല, അതിൻ്റെ ഫോട്ടോ അവിടെ കാണിക്കും. ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ ഒരു സ്ക്വയറിലാണ്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ റീസോഴ്സും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്ത് സെറ്റാക്കാം. ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സ്പ്രൂസാണ്. അപ്പോൾ സ്പ്രൂസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്പ്രൂസ് തപ്പി പോവാണ്. ഗൈസ്, റൂവിൻ്റെ ബോട്ടിൽ എന്താണുള്ളത് നോക്കാം. കുറച്ച് ചവറ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഓപ്സിഡിയനൊക്കെ എടുത്ത് കൊണ്ടുപോകാം. ഗൈസ്, നമുക്ക് പോകണ അതിലൊരു പട്ടിക്കുട്ടീനെ കിട്ടി. യെസ് ഗൈസ്, ഡയമണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് ഇവനെ കൊണ്ടിട്ട് പോവാം ഗൈസ്. അങ്ങനെ സ്പ്രൂസ് കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കിട്ടി ഗൈസ് സ്പ്രൂസ്. നമുക്ക് ഇതിൻ്റെ സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നേരെ ബേസ് പോകും. നമുക്ക് ആവശ്യത്തിനുള്ള സാപ്ലിങ്സ് ആയിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് വലിയ ട്രീസ് ഉണ്ടാക്കി നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഇവനെ ഇവിടെ അങ്ങ് ഇരുത്താം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ട്രീസ് ഇവിടെ അങ്ങ് പ്ലാൻ ചെയ്യാം. നമുക്കിതിനെ ബോൺ മീൽ ചെയ്യാം. ടീച്ചർ 2 ബോണുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ബോൺ മീൽ ചെയ്ത് സെറ്റാക്കാം. ഗൈസ്, ഇത് വളർന്നില്ല ഗൈസ്. 6 ബോൺ മീൽ തീർത്ത് വളർന്നില്ല ഗൈസ്. ഞാനിപ്പോഴാണ് ഓർക്കുന്നത് ഇവിടെ സ്പ്രൂസ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇവിടെ കയറിയിട്ട് മുറിച്ചാൽ മതിയായിരുന്നു. നമുക്ക് സ്പ്രൂസ് മരം ഇനി ഇവിടുന്ന് മുറിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യത്തില്ല വുഡായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഗൈസ്, നമ്മൾ ഇവിടെയാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നൈസിൽ ഈ ഒരു ഹോളൊക്കെ നടച്ച് കുറച്ച് ഫ്ലാറ്റാക്കി സെറ്റാക്കി ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നൈസായിട്ട് അങ്ങ് പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മളെ ബിൽഡ് സെറ്റാക്കാൻ തുടങ്ങാം. നമ്മൾ സ്പ്രൂസ് ലോഗ് വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് സ്പ്രൂസ് എടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോയി ബിൽഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബേസ് പ്ലാൻ. അപ്പോൾ ഈ പ്ലാനിൻ്റെ മുകളിലാണ് നമ്മൾ പണിയാൻ പോണത്. ആൻഡ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഫുള്ള് നമ്മുടെ ബെർച്ച് ട്രീൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ട് കവർ ചെയ്യണം. ഈ ഡർട്ട് ഗ്രാസ് എല്ലാം മാറ്റി നമ്മൾ ബെർച്ച് ട്രീൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് റെഡ് കാർപ്പറ്റ് എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എവിടെ നിന്നാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബെർച്ച് വുഡായിട്ട് നമുക്കിതൊക്കെ ഈ ഒരു ഡർട്ടൊക്കെ കളഞ്ഞിട്ട് വെക്കാം. ഗൈസ്, നമ്മളോട് കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയാണ് നമ്മൾ ഇനി ഇവിടെ ഈ ഒരു ഹോൾസിൽ നമ്മൾ ടോർച്ചസൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രൂസിൻ്റെ ട്രാപ്പ് ഡോർ വെച്ച് അടക്കാൻ പോവാണ്. അവിടെ നമ്മൾ വില്ലേജസൊക്കെ നിൽക്കാൻ പോകുന്നത്. എന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ടോർച്ച് വെച്ച് ട്രാപ്പ് ഡോർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വില്ലേജസിനെ കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബിൽഡിങ് 3 ബ്ലോക്ക് ഹൈറ്റിൽ കെട്ടിയിട്ട് ജസ്റ്റ് റൂഫും കൂടി സെറ്റാക്കാനുണ്ട്. അതൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വില്ലേജിനെ കൊണ്ട് നമുക്ക് ട്രേഡൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 4 കോളത്തിൽ നമ്മൾ മെയിനായിട്ട് മെൻഡിങ്, അൺബ്രേക്കിങ് അങ്ങനെ എല്ലാത്തിനും ചേർക്കാൻ പറ്റുന്ന ടൈപ്പ് എൻചാൻമെൻറ്റ്. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ എമറാൾഡ് ഏരിയയാണ്. ഇവിടെ ഫുള്ള് എമറാൾഡ് ഉണ്ടാക്കുന്ന ഏരിയ. ഇവിടെ സ്റ്റിക്ക് കൊടുത്ത എമറാൾഡ് ഉണ്ടാക്കാം, ഇവിടെ അയൺ കൊടുത്ത എമറാൾഡ് ഉണ്ടാക്കാം, ഇവിടെ നമ്മൾ ഫുഡ് കൊടുത്ത എമറാൾഡ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ഥലം. നമുക്കിന്നെ ആർമർ കിട്ടുന്നത് നമുക്കിതാ ഈ ഒരു സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ ആർമർ കിട്ടുന്ന വില്ലേജസൊക്കെ വരാൻ പോകുന്നത്. ആൻഡ് ബാക്കിയുള്ള വില്ലേജസിനെ എല്ലാം സോർട്ട് ചെയ്ത് സെറ്റാക്കി അവരോട് ആയിട്ട് നമുക്ക് വെക്കാം. ആക്കിയിട്ട് കാണിച്ചാൽ നമുക്ക് കുറച്ച് റെയിൽവേ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഇനി നമ്മൾ നൈസിന് തള്ളി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നൈസിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരാളെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ എല്ലാവരെയും അങ്ങനെ ട്രാപ്പ് ചെയ്ത് അങ്ങ് വെക്കാം. ഗൈസ്, അപ്പോൾ നൈസ്ലി സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സ്ഥലം പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നൈസായിട്ട് ഇത്രയും ഉണ്ട്. നമുക്കിവിടെ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. എൻ്റെ ഇവിടെ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. ഗോൾഡൻ ക്യാരറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് കുറേ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ നമ്മൾ ആർമർ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് ട്രേഡ് ചെയ്യുന്നതും. ആൻഡ് പിന്നെ നമ്മളെ ബുക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിറച്ചുണ്ട്. ഇവിടെ ഫുള്ള് ഇതൊക്കെ ബുക്സാണ്. ബുക്സിൻ്റെ ഇവർ എങ്ങനെയോ താഴത്തേക്ക് പോയി. ഇവിടെ ട്രാപ്പ് ഡോർ ഓഫ് ആയപ്പോൾ നൈസായിട്ട് അങ്ങ് താഴത്തേക്ക് പോയി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ 3 ആൾക്കാരുണ്ട്. ഇവർ നമുക്ക്
ക്വാർട്സ് ബ്ലോക്ക് തരും. ആൻഡ് പിന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ ക്ലേ സെല്ല് ചെയ്യാം. നമുക്ക് ഇതായി വരും. നമുക്ക് സെല്ല് ചെയ്യാൻ നമുക്ക് റോട്ടൺ ഫ്ലഷ് നമുക്ക് സെല്ല് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ എൻട്രപ്പേഡ് മേടിക്കാം, XP ബോട്ടിൽ മേടിക്കാം. ആൻഡ് അങ്ങനെ 4 ആൾക്കാരുണ്ട്. പിന്നെ നമുക്കിവിടെ ബാരലിൻ്റെ ആളാണ്. ആൻഡ് ബാരലിൻ്റെ ആൾ അവിടെ. പിന്നെ ഇവിടെ ഇത്രയും സ്ഥലം നമുക്ക് വില്ലേജിന് ആഡ് ചെയ്യാനുള്ള നമുക്ക് ഓരോ എപ്പിസോഡിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോ വില്ലേജസ് ആഡ് ചെയ്യാം. നമ്മൾ കോഡ്സ് ബ്ലോക്ക് വേണ്ട സമയത്ത് അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഈ രണ്ട് വില്ലേജസ് നമുക്ക് ഗ്ലാസ് തരുന്നുണ്ട്. നമുക്ക് ഈ 2 വില്ലേജസിൻ്റെ അടുത്ത് നൈസായിട്ട് ഗ്ലാസ്സൊക്കെ മേടിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മളെ സ്മോക്കർ ഫുഡൊക്കെ തരും. നമുക്ക് ഫുഡ് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് നമ്മളെ എക്സ്പ്ലോറർ മാപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവരുടെ നമുക്ക് നൈസായിട്ട് വൂളും ബെഡും കാര്യങ്ങളൊക്കെ കിട്ടും, ബാനറും കിട്ടും. നമുക്ക് ഇവരുടെ നിന്ന് കുറേ നമുക്ക് സാഡലും കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് ബാക്കിയുള്ള വില്ലേജസ് നമുക്ക് ഓരോ എപ്പിസോഡിൽ ആവശ്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ സെറ്റാക്കാം. നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കളയണം. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്രീഡർ. ഇവിടെ വില്ലേജസിനൊക്കെ ഞാനെടുത്ത് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന വില്ലേജസിൻ്റെ നമുക്ക് ബ്രെഡ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഇനി കുറച്ച് 2 വില്ലേജസിന് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇനി നമുക്ക് ബ്രീഡ് ചെയ്യാം ആവശ്യം വരുമ്പോൾ. ഇത് കണ്ടോ ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് വേസ്റ്റായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസാണ് ഇതെല്ലാം. ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാതെ ട്രേഡ് ചെയ്തപ്പോഴൊക്കെ കിട്ടിയ ഐറ്റംസാണ് അത്ര. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് ഇട്ടൊക്കെയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫുള്ള് നിറയും. നമ്മുടെ ഡോഗിന് പേര് കൊടുക്കാം. നമുക്ക് പേര് കൊടുക്കാൻ നമുക്ക് ആദ്യം നെയിം ടാഗ് മേടിച്ചിടാം. നെയിം ടാഗ് കിട്ടും, പക്ഷേ ആരതും മാക്സ് അല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ മേടിക്കാൻ പറ്റൂല. സോ നമുക്ക് നൈസ് ഇവർക്കൊന്ന് മാക്സ് ആക്കിയിട്ട് വരാം. നമുക്ക് ആവശ്യത്തിലുള്ള എമറാൾഡ് സെറ്റായിട്ടുണ്ട്. നമുക്കിത് കൊടുക്കാം. നമ്മൾ അങ്ങനെ നെയിം ടാഗ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് നെയിം ടാഗ് ഒന്ന് റീനെയിം ചെയ്യാം. നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൊടുക്കാം. റെസ്കോ വേറെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് നമുക്ക് മാറ്റാം. ഗാർഡിയൻ ഓഫ് ഇതറിയോ റെസ്കോ ബഡി. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഐഡിയാസൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത എപ്പിസോഡിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ.